ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഞായറാഴ്ച സൽക്കർമ്മ സൽക്കാരം നടത്തും. കുമാരപുരം പഞ്ചായത്ത് 8-ാം വാർഡിൽ SS ഷഹനാസ് മൻസിൽ ഷാജിമോന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായിട്ടാണ് സൽക്കാരം നടത്തുന്നത്. ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കും. കുമാരപുരം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ SS ഷഹനാസ് മൻസിലിൽ ഷാജിമോന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുവാനായാണ് സൽക്കാര കർമ്മം നടത്തുന്നതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. SS ഷഹന മൻസിൽ ഷാജിയുടെ വീട്ടിലാണ്. ഷാജിയെ അറിയാത്തവർ ഈ ഗ്രാമത്തിലും ഈ പ്രദേശത്തുമില്ല. ഒത്തിരി നാൾ ഈ സമൂഹത്തിന് വേണ്ടി ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഷാജി ഇന്ന് വളരെ രോഗത്തിലാണ്. 13-ാം വയസ്സിൽ തന്റെ മകൾ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ദുഃഖത്തേക്കാൾ വലിയൊരു ശാരീരികമായ ബുദ്ധിമുട്ടിലാണ് ഷാജിയുടെ 2 വാൽവുകൾ തകരാറിലാണ്. ഷാജിയുടെ മുഖം കണ്ടോട്ടെ. ഷാജിയെ അറിയാൻ വയ്യാത്തവർ ഈ പ്രദേശങ്ങളിൽ കുറവായിരിക്കും. അതുപോലെ അന്യദുഃഖത്തിൽ കരുണയുള്ള ഒത്തിരി പേരെ സഹായിച്ചതാണ്. നല്ല രീതിയിൽ ജീവിച്ചതാണ്. വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് വാഹനങ്ങളൊന്നും ഓടാതെ അദ്ദേഹം സാമ്പത്തികമായി തകർന്ന് അദ്ദേഹത്തിൻ്റെ വീട് വിറ്റ് സ്വന്തം ഭാര്യ സഹോദരൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 24-ാം തീയതി ഈ 24-ന് ചിത്രയിൽ അദ്ദേഹത്തിൻ്റെ വാൽവിൻ്റെ സർജറിക്ക് വേണ്ടി അദ്ദേഹം അഡ്മിറ്റ് ആവുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് 4 ലക്ഷം രൂപയോളം ചികിത്സ ആവശ്യമുണ്ട്. ഈ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിലാണ് ഈ നിൽക്കുന്ന ഒരു ജനക്കൂട്ടം, അയൽക്കാർ, സുഹൃത്തുക്കൾ ഒക്കെ ഒത്തുകൂടിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഈ വാർഡിലെ 2 മെമ്പർമാരും എത്തേണ്ടതാണ്. അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായതുകൊണ്ട് മാത്രം അവർ എത്തിയിട്ടില്ല. എന്നാൽ ഈ സമൂഹം ഒന്നടങ്കം ഞങ്ങൾ തീരുമാനമെടുത്തു. ഈ ജനുവരി 26 NSS 1600-ാം NSS കരയോഗ മന്ദിരത്തിൻ്റെയും ജയഭാരത് ലൈബ്രറിക്ക് സമീപം തയ്യാറാക്കുന്ന ഒരു പന്തലിൽ ഒരു സൽക്കർമ്മ സൽക്കാരം ഞങ്ങൾ നടത്തുകയാണ്. രാവിലെ മുതൽ ചെറിയ പലഹാരങ്ങളുമായി വലിയ ആർഭാടമില്ലാത്ത ഒരു സൽക്കാരമാണ്. നിങ്ങൾക്കറിയാം, സൽക്കാരം നടത്തുന്നത് പലപ്പോഴും വീടിൻ്റെ പാലുകാച്ചലിന് അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് ഒക്കെയാണ് സൽക്കാരം നടത്തുന്നത്. എന്നാൽ ഞങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പണം കണ്ടെത്തുവാൻ ഒരു സൽക്കാരം നടത്തുകയാണ്. വലിയ തരത്തിലുള്ള ഫുഡ് ഫെസ്റ്റിവലിലൊക്കെ നിങ്ങൾ പലയിടത്തും കാണും. പക്ഷേ അത്തരത്തിലുള്ള ഫെസ്റ്റിവലൊന്നുമല്ല ഞങ്ങൾ നടത്തുന്നത്. ചെറിയ ബേക്കറി ഐറ്റങ്ങൾ, അവലനച്ചും മിച്ചറും പഴവും പപ്സും അങ്ങനെയുള്ള ചെറിയ പലഹാരങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കും. ക്ഷണക്കത്തുമായി ഷാജിക്ക് പകരം ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും ഈ പൊതുപ്രവർത്തകരും ഒക്കെ നിങ്ങളുടെ വീടുകളിൽ ഇനി ഉള്ള കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലെത്തും. ക്ഷണക്കത്ത് തരും. ക്ഷണക്കത്ത് തരാത്തവർ നിങ്ങൾ ക്ഷണമായി സ്വീകരിക്കണം. പെട്ടെന്നുള്ള ഷോർട്ട് പീരീഡാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. ജനുവരി 26 രാവിലെ 10 മണി മുതൽ NSS കരയോഗത്തിനോട് ചേർന്നും ജയഭാരത് വായനശാലയോട് എരിക്കാവ് വായനശാലയോട് ചേർന്നുമാണ് ഞങ്ങൾ അതിൻ്റെ സ്ഥലം ക്രമീകരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ സ്ഥലം ഞങ്ങൾ ഈ ക്ഷണക്കത്തിൽ അറിയിക്കും. തീർച്ചയായും ഇത് ഈ സൽക്കർമ്മ സൽക്കാരം ഒരു വൻ വിജയമാക്കുവാൻ, വൻ വിജയമല്ല, ഷാജിയുടെ ജീവൻ തിരിച്ചു നൽകുവാനുള്ള ആരോഗ്യത്തോടെ ഷാജി തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ സമൂഹത്തിൽ സജീവമായി ഇതുപോലെ നിൽക്കുവാൻ ഷാജിയെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ടാകും. ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും വരണം. സൽക്കർമ്മ സൽക്കാര ചലഞ്ച് കരുതൽ കൂട്ടായ്മയുടെ 303-ാമത് ചലഞ്ചാണ്. തീർച്ചയായും ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണകൾക്കും നന്ദി. ഈ സൽക്കാരത്തിലും ഈ പ്രദേശം ഒന്നടങ്കം പങ്കെടുക്കണം. 13 വയസ്സിൽ മരണമടഞ്ഞ മകളുടെ പേരാണ് ഷാജിമോൻ വീട്ടുപേരായി നൽകിയിരിക്കുന്നതെങ്കിലും കുടുംബത്തിന് അന്തി ഉറങ്ങാൻ സ്വന്തമായൊരു വീടില്ല. ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗത്താൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ് ഷാജിമോൻ. ഇതിന് 4 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുക കണ്ടെത്താനാവാതെ വലഞ്ഞ സാഹചര്യത്തിലാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ തുണയുമായി എത്തിയത്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ കാർത്തികപ്പള്ളി എരിക്കാവ് 1600-ാം നമ്പർ NSS കരയോഗ ഓഡിറ്റോറിയത്തിലാണ് സത്കർമ്മ സൽക്കാരം നടത്തുന്നതെന്നും ഷാജി കെ ഡേവിഡ് അറിയിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.